بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ورضي الله تعالى عن القطب المكتوم والبرزخ المختوم والخاتم المحمدي المعلوم أبي العباس أحمد ابن محمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدميه ومريده أجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാനപ്പെട്ട ജൗഹറത്തുൽ കമാൽ എന്ന നമ്മുടെ മഹത്തായ സ്വലാത്തിൻ്റെ വിശദീകരണ ദുറൂസുകളിൽപ്പെട്ട അഞ്ചാമത്തെ ദർസാണ് അല്ലേ. അങ്ങനെ ഒരു ദർസിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളെ ദർസ് അടുത്ത വാക്കാണ്, വചനമാണ് വൽ യാഖൂത. എന്താണ് വൽ യാഖൂത? ഈ അൽ യാഖൂത എന്ന ജൗഹറത്തുൽ കമാലിലെ ഈ പദം ഒരു ചെറിയൊരു വാക്കാണെങ്കിലും അതിൻ്റെ ആശയം ഒരുപാട് പറയാനുണ്ട്. നമ്മളെ സമകാലീന പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സമകാലീന പ്രശ്നം എന്ന് പറഞ്ഞാൽ അൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്തായ മൻസബിന് യോജിക്കാത്ത, തങ്ങളെ മഹത്തായ സ്ഥാനത്തിന് യോജിക്കാത്ത പല പ്രയോഗങ്ങളും, അതൊന്നും തങ്ങൾക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഈ ദർസ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ഇതിൽ കടന്നു വരും. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം, അരമണിക്കൂർ കൊണ്ട് നമ്മൾ വിഷയം പറയുക എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് പരമാവധി ചുരുക്കാൻ നോക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യമായിട്ട് ഈ യാഖൂത്ത എന്ന ഈ വാക്ക്, അതായത് റബ്ബാനിയായ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിന്മേൽ നീ നീ സ്വലാത്തും സലാമും ചൊരിയണേ. അതാരാണ്? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെ യാഖൂത്തയുടെ മേലും ചൊരിയണേ. അതും ആര് തന്നെയാണ്? തങ്ങൾ തന്നെയാണ്. നിബിതങ്ങൾ തന്നെയാണ്. നിബിതങ്ങൾ ഒരു സിഫത്ത് പറഞ്ഞ്, ഒരു വിശേഷണം പറഞ്ഞ് അടുത്ത വിശേഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് ഐനുർ റഹ്മത്തി റബ്ബാനി ആവർത്തിച്ച് കേൾക്കണം. ഹൃദയത്തിൽ രൂഢമൂലമാവുന്നത് വരെയും ദർസുകൾ ആവർത്തിക്കണം, യാത്രകളിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ യാഖൂത്ത എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ മാണിക്യം എന്നാണ്. മാണിക്യം, വജ്രങ്ങൾ ഒരുപാടുണ്ട്, പലതുമുണ്ട്. അതിൽ അറബികളുടെ ഇടയിൽ ഏറ്റവും വിലയേറിയതും ഏറ്റവും പരിശുദ്ധമായതും ഏറ്റവും ഉത്കൃഷ്ടമായതുമായ വജ്രമാണേത്? യാഖൂത്ത എന്ന് പറഞ്ഞാൽ അവരെ അടുക്കൽ ഇതിനേക്കാൾ വിലയുള്ള ഒരു വസ്തു ഇല്ല. സ്വർണം വെള്ളിയൊക്കെ പിന്നെയാണ്. സ്വർണത്തിനെയും വെള്ളിയേക്കാളും വിലയുള്ളത് ഏതാണ്? വജ്രങ്ങൾക്കാണല്ലോ. ഈ വജ്രങ്ങളിലും ഏറ്റവും വിലയുള്ളതിൻ്റെ പേരാണെന്ത്? യാഖൂത്ത് അല്ലെങ്കിൽ യാഖൂത്ത. മനസ്സിലായ? ഇതെന്താണ്? ചുവന്ന മാണിക്യം, നല്ല മാണിക്യം. മാണിക്യത്തിന് പല കളറുണ്ട്. എന്തായാലും മാണിക്യമാണിത്, യാഖൂത്ത. പലർക്കും വജ്രങ്ങളിൽ പലതിനോടും പലർക്കും പലർക്കും പല കാഴ്ചപ്പാടുകളാണെങ്കിലും അറബികളുടെ ഇടയിൽ ഏതാണ്? ഈ യാഖൂത്തയ്ക്കാണ് വജ്രങ്ങളുടെ ഇടയിൽ ഏറ്റവും സ്ഥാനം. അതിൽ തന്നെ അൽ കിബിരീത്തുൽ അഹ്മർ എന്ന പേരിൽ ഒരൊറ്റ മാണിക്യമുണ്ട്. ഒരൊറ്റ മാണിക്യം. അത് മൊറോക്കോ രാജാവിൻ്റെ കൈകളിലായിരുന്നു. അതായത് നമ്മളെ സ്പെയിൻ രാജാവിൻ്റെ കയ്യിൽ. അത് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ പിടിച്ച് കൊണ്ടുപോയി തട്ടിയെടുത്ത് ഇപ്പം ബ്രിട്ടീഷ് ഇപ്പോൾ രാജ്ഞി മാറിയിട്ട് ഇപ്പോൾ രാജാവല്ലേ, അയാളെ കിരീടത്തിൻ്റെ ഒരു ഭാഗത്ത് ഏത് വജ്രമുണ്ട്? ഇപ്പോൾ ഈ കിബിരീത്തുൽ അഹ്മറുണ്ട്. അതേപോലെയാണ് ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ നമ്മളെ കോഹിനൂർ രത്നവും അവിടെ നിന്ന് ഈ കിരീടത്തിലാണുള്ളത്. മനസ്സിലായില്ലേ? എന്തോ ആവട്ടെ, ഈ മാണിക്യത്തിനെയാണ് അറബിയിൽ എന്തെന്ന് പറയുക? യാഖൂത്ത എന്ന് പറയുന്നത്.
ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് അത്തിജാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത് ഹുവ മിന തശ്ബീഹ് അൽ ബലീഗ് എന്നാണ്. ഇത് തശ്ബീഹുൽ ബലീഗ് ആണ്. തശ്ബീഹുൽ ബലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ ചിലപ്പോൾ നമുക്ക് വർണ്ണിക്കേണ്ടി വരും, ആൾക്കാരെ വർണ്ണിക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ധീരത, ധീരൻ. നമ്മൾ ഒരു മനുഷ്യൻ നല്ല ധീരനാണ് എന്ന് പറയാൻ പല രൂപത്തിൽ പറയും. ഒന്നുകിൽ മലയാളത്തിൽ ആ വാക്കിന് ധീരത തന്നെ പറയും, അവനൊരു ധീരനാണ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ എങ്ങനെ പറയും, ധീരത എന്ന പ്രത്യേകത ഏറ്റവും നല്ലതുപോലെ മുഴച്ചു നിൽക്കുന്ന ഒരു സാധനത്തിനെ പറയും, അതുപോലെയാണെന്ന് പറയും. ഉദാഹരണമായിട്ട് നൗഷീർ കൽ അസദ്, നൗഷീർ സിംഹത്തെ പോലെയാണ് ധീരതയിൽ എന്നിങ്ങനെ പറയും. ചിലപ്പോൾ എന്ത് പറയും, നൗഷീർ സിംഹമാണ്, അങ്ങനെയും പറയും. ചിലപ്പോൾ നൗഷീർ കടന്നു വരുമ്പോൾ ദാ സിംഹം കടന്നു വരുന്നുണ്ട്, ഇങ്ങനെയും പറയും. അപ്പം പല രൂപം ഞാൻ പറഞ്ഞു. ഒന്ന് എന്താ, നൗഷീർ സിംഹത്തെ പോലെയാണ് ധീരതയിൽ, അല്ലെങ്കിൽ നൗഷീർ സിംഹമാണ്, ദാ സിംഹം കടന്നു വരുന്നു. ഈ മൂന്ന് വാക്കിൽ ഏറ്റവും കൂടുതൽ മൂപ്പര് ധീരതയിൽ വല്ലാതെ ഉയർത്തിയ വാക്ക് ഏതായിരിക്കും? ദാ സിംഹം കടന്നു വരുന്നു. അപ്പം തന്നെ മനസ്സിലായ, ഇതിനെയാണ് തശ്ബീഹുൽ ബലീഗ് എന്ന് പറയുക. അഥവാ ഈ വർണ്ണിക്കുന്ന അടയാളവും പറയൂല, എന്തിനു വേണ്ടിയാണ് ഈ നമ്മൾ വർണ്ണിക്കുന്ന സാധനത്തിനെയും വർണ്ണിക്കപ്പെടുന്ന സാധനത്തിനും തമ്മിൽ ഒരു കാര്യത്തിൽ ബന്ധം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം, മുഖക്കുരു വല്ലാതെ ഉള്ള, മുഖത്ത് ഒരുപാട് കലമുള്ള ഒരാളെ നോക്കി ഞാൻ പറയും, നീ ചന്ദ്രനെ പോലെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചന്ദ്രനിൽ നല്ല ഭംഗിയുള്ള ചന്ദ്രന്റെ ഇതിൽ സൂക്ഷിച്ചു നോക്കിയ ഒരുപാട് കലകൾ കാണും, കറുകറുത്ത കലകൾ. അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും ഞാൻ പറയുക. പക്ഷെ കേൾക്കുന്നവരെന്ത് മനസ്സിലാക്കും? ഓ, അത്ര സൗന്ദര്യം, ആ അർത്ഥത്തിന് പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മുഖത്തെ കലകൾ എന്നർത്ഥം. ഇത്ര സുന്ദരമായ മുഖത്ത് കല വീണതുപോലെ നീ ഒരു ചന്ദ്രനെ പോലെയാണ്, ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നേരെ തിരിച്ചും ഉപയോഗിക്കാം. ചന്ദ്രമുഖം ഉള്ള ആൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചൂടെ? അപ്പൊ ഇവിടെ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് സൂചിപ്പിക്കണം. ചിലപ്പോൾ സൂചിപ്പിക്കുകയുമില്ല. മനസ്സിലായ? ഇവിടെ ഇപ്പൊ ഞാന് മുഖക്കുരു നല്ലപോലെ ഉള്ള ഒരാളെ ഞാൻ ഉദ്ദേശിച്ചത് ഈ സുന്ദരമായ മുഖത്തെ കലകൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ നീ ചന്ദ്രനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, അത് ഇന്നതിനാണെന്ന് പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവൂ. ചിലപ്പോൾ അത് പറയണ്ട. കലയില്ലാത്ത ഒരാളെ മുഖത്ത് നീ ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുക? കലയാ? അവിടെ അത് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? അപ്പോ സാധാരണ നമ്മൾ വർണ്ണിക്കുമ്പോൾ പോലെ എന്നുള്ള വാക്കും പറയും, എന്ത് വിഷയത്തിലാണോ വർണ്ണിക്കുന്നത് അതും പറയും. പക്ഷേ ഇവിടെ അത് രണ്ടുമില്ല. വർണ്ണിക്കുന്ന അടയാളവും ക എന്ന വാക്ക് അതും പ്രയോഗിക്കുന്നില്ല. എന്തിനാണ് വർണ്ണിച്ചത് എന്ന ആ ഒരു കാര്യത്തെയും പറയുന്നില്ല. നേരെ തങ്ങളെ നമ്മളിപ്പം നൗഷീർ സിംഹം എന്ന് പറഞ്ഞതുപോലെ യാഖൂത്ത് എന്ന ഒറ്റ പ്രയോഗമാണ്. ഇതിനെയാണ് തശ്ബീഹുൽ ബലീഗ് എന്ന് പറയുക. അഥവാ വർണ്ണനയുടെ അടയാളമോ എന്തിനാണ് വർണ്ണിച്ചതോ എന്ന് പറയാതെ നേരെ തന്നെ എന്താക്കുക? അതെന്നെ ആക്കുക. മനസ്സിലായ? മണ്ട, ശുപ്പാണ്ടി എന്ന് വിളിച്ചാല് എന്തായിരിക്കും? ശുപ്പാണ്ടി അറിയോ? പുതിയ ആൾക്കാർക്ക് അറിയില്ല, പണ്ടത്തെ നമുക്കറിയാം. മണ്ടത്തരത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് ആര്? ശുപ്പാണ്ടി. അപ്പൊ ശുപ്പാണ്ടി എന്ന് വിളിക്കണതാണ് മണ്ട എന്ന് വിളിക്കണതിനെയും കാട്ടിയും മോശം. മനസ്സിലായില്ലേ? ഇതൊക്കെ വർണ്ണനേന്റെ പല രൂപമാണ്. ഇവിടെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽ യാഖൂത്തി എന്നല്ല പറഞ്ഞത്, യാഖൂത അങ്ങനെ തന്നെ പറഞ്ഞു. നേരെ തങ്ങളങ്ങ് വിശേഷിപ്പിച്ച്. മനസ്സിലായില്ല? അതാണ് തങ്ങൾ പറഞ്ഞ ഹുവ മിന തശ്ബീഹിൽ ബലീഗ് വശുബ്ബിഹ ബിൽ യാഖൂത. എന്നിട്ട് തങ്ങൾ പറയാണ്, എന്തിനാണ് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാഖൂതയായിട്ട് ഇവിടെ വർണ്ണിക്കപ്പെട്ടത്? അതിന്റെ കാരണം വശുബ്ബിഹ ബിൽ യാഖൂതതി ലികൗനിഹാ ഗായത മാ യുദ്രികു الناس في الصفاء والشرف والعلو.
തങ്ങൾ പറയുന്നത് അതിന് കാരണം ഈ യാക്കൂത്ത മാണിക്യം എന്ന സാധനം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും പരിശുദ്ധിയുള്ള, ഏറ്റവും പവിത്രതയുള്ള സാധനമാണ് ഏത്? യാക്കൂത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയുള്ളത്, ഏറ്റവും വിലയുള്ളത്. കഴിഞ്ഞില്ല. രണ്ടോ, ഏറ്റവും പവിത്രതയുള്ളത്. ഇപ്പം വില പലതിനും വരാം, പല സാധനങ്ങൾക്കും വില വെച്ചൂടെ? ഈ ഞാൻ തങ്ങളെ സദസ്സായോണ്ട് ഞാൻ പറയാൻ മടിച്ചിട്ടാണ്. ഇംഗ്ലീഷുകാർ ചില സാധനങ്ങൾക്കൊക്കെ വിലയിടും, കോടികൾ. ഏവനോ ഉപയോഗിച്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതിന് വില അങ്ങ് കൂട്ടും. ഇന്ന് കാര്യം മണ്ടന്മാരായോണ്ട് അവന്മാരത് ചെയ്യും, പറഞ്ഞിട്ട് ഫലമില്ല. ആ സാധനങ്ങൾ കുളിയില്ല, നനയില്ല, ഹൽക്കിലും ഹുലുക്കിലും ഒരു ഇതും ഉണ്ടാവില്ല. എന്നാലും അവരുപയോഗിച്ചതിന് വിലയിടും. നമുക്കത് മണ്ടത്തരം, അവർക്കത് മഹത്തരം. അങ്ങനെയാണല്ല. അപ്പൊ വില ഉള്ളത് മാത്രമല്ല, അതിന് പവിത്രതയുണ്ട്. പവിത്രത എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് വില വരാൻ മാത്രം അതിന് സ്വയം തന്നെ ഒരു മുന്തിയ പ്രത്യേകത ഉണ്ടാവും. വില ഇട്ടില്ലെങ്കിൽ അത് മുന്തി തന്നെ നിൽക്കും. അതാണെന്ത്? ഷറഫ്. മനസ്സിലായ? ഉലൂ വശറഫ്. മനസ്സിലായ? തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഉദാഹരണം, നമ്മളെ കൂട്ടത്തിൽ ഒരു അറിവുമില്ല, നമ്മളെ കൂട്ടത്തിൽ സാമ്പത്തികമായും കുറവ്, നമ്മളെ കൂട്ടത്തിൽ ആരോഗ്യപരമായും കുറവ്, നമ്മളെ കൂട്ടത്തിൽ സൗന്ദര്യത്തിലും കുറവ്. പക്ഷെ അവർ ഷെരീഫായി കഴിഞ്ഞ് ഒന്നും നോക്കൂല, അവർക്ക് ആദ്യ സ്ഥാനം കൊടുക്കും. എന്തുകൊണ്ട്? അവിടെ അവര് അത് തന്നെ ഷറഫാണ്. ഇതാണ്. അപ്പോൾ ഇത് ഷറഫുമാണ്, ഇത് ഒലൂവ്. ഇതിന് മൂല്യമുണ്ട്, അതേപോലെ പവിത്രതയുണ്ട്. കഴിഞ്ഞില്ല. ഈ കല്ലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സഫ. ഭയങ്കര പരിശുദ്ധതയായിരിക്കും. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ മറ്റ് കല്ലുകളിൽ വെച്ച് ഇതിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അത്ര തെളിമയായിരിക്കും. ഈ കല്ല് ഉണ്ടാക്കുന്ന സമയത്തെങ്ങാനും എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കടത്തി ഇതിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കല്ലിന്റെ ഉള്ളിൽ കൂടുതൽ കഷ്ടപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എന്താവും? അത് തെളിഞ്ഞു നിൽക്കുന്നതാണ്. സാധാരണ ഇവര് ഈ കല്ലിനെ പരിശോധിക്കുന്ന വ്യക്തികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, നമ്മൾ ജീവിതത്തിൽ വജ്രം ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാവോ? അല്ല, കണ്ടിട്ടുള്ളവരുണ്ടോ വജ്രം? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയും. അപ്പൊ കാണുന്ന അറിവുള്ള 2-3 പേരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത്, ആ അറിവിൽ പറയണ സാധാരണ ഒരു വജ്രത്തിന്റെ മൂല്യം കണക്കാക്കുന്നത് ഇതിൽ പൊട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കും. 2 ഇതിന്റെ വലിപ്പം, 2 ഇതിന്റെ എന്താണ് സൊഫ ഒക്കെ നോക്കും. ഒക്കെ നോക്കിയിട്ടാണ് ഇനി വില കൂടുക. അപ്പോൾ ഈ മാണിക്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊഫ ആണ്, പരിശുദ്ധി. വളരെ ക്ലിയർ ആയിരിക്കും. എന്തെങ്കിലും ഒരു കരട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സമയത്തെങ്ങാനും കയറിപ്പോയാൽ അത് തെളിഞ്ഞ് തന്നെ എന്താവും? കാണും. അപ്പൊ യാക്കൂത്തിന്റെ 3 പ്രത്യേകത എന്താണ്? 1 അതിൻ്റെ ഉത്കൃഷ്ടത, മൂല്യം. 2 അതിൻ്റെ പവിത്രത. 3 അതിൻ്റെ പരിശുദ്ധത. ഈ 3 വിഷയങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വർണ്ണിക്കാനായി ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഈ കല്ലിനെ നിബിധങ്ങളിലേക്കാണ് ചേർത്തി വർണ്ണിക്കേണ്ട, തിരിച്ചല്ല. അങ്ങനെയല്ലേ? ഈ കല്ല് ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദാത്തു ഷരീഫിനെ പോലെ പരിശുദ്ധിയും ഉത്കൃഷ്ടവും പവിത്രതയും ഉള്ളതാണെന്ന് പറയാൻ, തിരിച്ചല്ലല്ലോ. ഫകൻ നബിയ്യിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നേരെ തിരിച്ചാണ് വരേണ്ടത്. പക്ഷേ നമുക്ക് അറിയാത്തവർക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കറിയുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം ചിലപ്പോൾ പറയേണ്ടി വരും.
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ചിട്ടാണ് നമ്മൾ എന്താവുക മനസ്സിലാക്കുക. എന്നതുപോലെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്കൃഷ്ടത, പവിത്രത, പരിശുദ്ധത മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് കഴിയുന്ന ഏറ്റവും മൂല്യമുള്ളതിലേക്ക് ചേർത്തി പറയും. അതാണ് അല്ല. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നത് ഒരിക്കലും തങ്ങളെക്കാൾ പരിശുദ്ധത കൊണ്ടോ ഉത്കൃഷ്ടത കൊണ്ടോ പവിത്രത കൊണ്ടോ ഈ കല്ല് ഉയർന്നത് കൊണ്ടല്ല, മറിച്ച് സാധാരണ നിലയിൽ ഈ 3 പ്രത്യേകതകളും യോജിച്ച മനുഷ്യർക്ക് അറിയാവുന്ന ഒരു വസ്തുവാണ് മാണിക്യം. അതുകൊണ്ടാണ് തങ്ങളെ എന്തെന്ന് വിളിച്ചത് എന്ന് ഉപയോഗിച്ച. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ തങ്ങളും എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആലയുടെ നൂറിനെ കുറിച്ച് പറഞ്ഞത് മസലു നൂരിഹി കമിഷ്ക എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നൂർ മിഷ്കാത്തിനെ പോലെ അല്ല, പക്ഷെ മനുഷ്യർക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം കൊണ്ടുവന്നെന്ന് മാത്രം. അപ്പൊ മനസ്സിലായില്ല? അപ്പൊ ഇതാണ് യാഖൂത്ത എന്ന വാക്കിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനില് ഈ വാക്ക് പരിശുദ്ധതയ്ക്ക് അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, ഹൂറുൽ ഹിസാനിങ്ങളെ പരിശുദ്ധതയെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, തെളിമയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇനി അപ്പോൾ അങ്ങനെ ഖുർആൻ പോലും പ്രയോഗിച്ച ഒരു വചനമാണ്. അപ്പോൾ തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചതിന്റെ ഉദ്ദേശവും മനസ്സിലായില്ല. ഈ 3 പ്രത്യേകത അതിൽ മേളിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വാക്ക് നമ്മൾ തങ്ങളെ മേൽ പ്രയോഗിക്കുമ്പോൾ ഇതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു അവരാ ത്വബഖാത്തുൽ കുബ്രയിൽ ഒരു മഹാന്റെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ആ മഹാൻ, അവരുടെ പേര് മുഹമ്മദ് അബുൽ മവാഹിബ് അശ്ശാദുലി റളിയല്ലാഹു അൻഹു. എന്താ പേര്? സയ്യിദി അഷ്ശൈഖ് മുഹമ്മദ് അബുൽ മവാഹിബ് അശ്ശാദുലി റളിയല്ലാഹു അൻഹു. ഇവരെ മനാഖിബ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ് ഈ മഹാന്റെ പ്രത്യേകത. എന്നിട്ട് മഹാൻ പറയാണ്, ഒരിക്കല് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബുൽ മവാഹിബ് അശ്ശാദുലി റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ച് ഒരു പ്രസിദ്ധമായ ബൈത്ത് ചൊല്ലി. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി ബൽ ഹുവ കൽ യാഖൂതി ബൈനൽ ഹജരി എന്നിങ്ങനെ പാടി. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി ബൽ ഹുവ കൽ യാഖൂതി ബൈനൽ ഹജരി. അതിന്റെ അർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ, അവിടുന്ന് മനുഷ്യ രൂപത്തിലുള്ളവരാണ്, മനുഷ്യരാണ്, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ലാ കൽ ബശരി, പക്ഷേ മറ്റ് സാധാരണ മനുഷ്യരെ പോലെയല്ല അവിടുന്ന്. മുഹമ്മദിൻ ബശറുൻ ലാ കൽ ബശരി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ഹുവ കൽ യാഖൂതി ബൈനൽ ഹജരി. മറ്റു മനുഷ്യരിൽ നിന്നും ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യതിരിക്തമാവുന്നത് എങ്ങനെയെന്നാൽ മറ്റ് കല്ലുകൾക്കിടയിൽ യാഖൂത്ത് എങ്ങനെയാണോ അതുപോലെയാണെന്ന്. ഈ ബൈത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബുൽ മവാഹിബ് അശ്ശാദുലി എന്ന മഹാത്മാവ് പാടി ഒരു മജ്ലിസിൽ വെച്ച്. അങ്ങനെ അവരാരെ കണ്ടു? ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഒരു യഖ്ദത്തിൽ തങ്ങളെ കാണും. അപ്പൊ തങ്ങൾ പറഞ്ഞത് ഖദ് ഗഫറല്ലാഹു ലക്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തന്നിരിക്കുകയാണ്. വലികുല്ലി മൻ ഖാലഹ മഅക്, നിങ്ങളോടൊപ്പം ഈ ബൈത്ത് ആരൊക്കെ ചൊല്ലിയോ അവർക്കൊക്കെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹു തആല പുറത്തു തന്നു. ഇതോടുകൂടി മഹാൻ അവർ എല്ലാ മജ്ലിസിലും എന്ത് ചെയ്യും? ഈ ബൈത്ത് ചൊല്ലുന്നു. എന്താ ഈ ബൈത്തിന്റെ പ്രത്യേകത? ഇതില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാഖൂത്ത് എന്ന വർണ്ണന കൊണ്ടുവന്നു. അത് നമ്മൾ എവിടെ വരെയാണ്? ജൗഹറത്തുൽ കമാൽ വരെയാണ്. വൽ യാഖൂത നമ്മൾ ദിനം പ്രതി ചൊല്ലുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജൗഹറത്തുൽ കമാലിന്റെ ഒരു വചനം കൊണ്ട് തന്നെ എവിടെ എത്തി? നമ്മൾ അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്ന അവസ്ഥയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. അപ്പൊ മനസ്സിലായില്ല? അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇതിന് 3 പ്രത്യേകതകളുണ്ടെന്ന്. ഏത്? ആ പ്രത്യേകതയിലാണ്
ഇതിനെ തങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരപ്പെട്ടത്. ഏതൊക്കെയാണ്? ഒന്ന് ഉത്കൃഷ്ടത, രണ്ട് പവിത്രത, മൂന്ന് പരിശുദ്ധത. ഇല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബിനെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഉന്നതമാണെന്ന് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷെ ഇന്ന് സംശയിക്കുന്നവരുണ്ട്. ആര്? വഹാബികൾക്ക് സംശയമുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ വഹാബികളെ നമ്മൾ ഇത് പറയണം എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഈ ദറസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു പ്രധാനപ്പെട്ട പാഠം, നമ്മൾ ഈ വഹാബികൾക്ക് മറുപടി പറയാൻ വേണ്ടി ജീവിക്കരുത്. വഹാബികളെ മനസ്സിലാക്കി വിജയിക്കാൻ നമ്മൾ നോക്കരുത്. ശ്രദ്ധിക്കുക. അങ്ങനെ വഹാബികളെ അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാം എന്ന് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. എന്തുകൊണ്ട്? അവർക്ക് സത്യം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കുറെ അടിസ്ഥാന തത്വങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർ പരിഗണിക്കണ കുറെ എന്തുണ്ടാവുക? തെളിവുകൾ. ഈ തെളിവുകൾ വെച്ച് നമ്മൾ അവർക്ക് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയാൽ അവസാനം നമുക്ക് സംഭവിക്കണം എന്തെന്നറിയാം? നമ്മളെ ഹൃദയം അങ്ങ് കുടിസാവും. യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കാൻ വിശാലമായ ഒരുപാട് തെളിവുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുണ്ട്. അതൊന്നും ആരംഗീകരിക്കൂല. അതോടുകൂടി നമ്മൾ വഹാബികൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോകുമ്പം അവർക്ക് വേണ്ടി അവരംഗീകരിക്കാത്തതൊക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കി അവരംഗീകരിക്കുന്നത് മാത്രം എടുത്തോണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നതോടുകൂടി ഒരു വസ്വാസം ഉണ്ടാവും. എന്ത്? അംഗീകരിക്കപ്പെടേണ്ട പല തെളിവുകളും നമുക്ക് എന്തായി മാറും? നമുക്ക് കൂടി പറ്റാതാവും. പിന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചത് ഇവരാണെങ്കിൽ കുതർക്കികളല്ലേ, ഇവരംഗീകരിക്കോ? അവരംഗീകരിക്കാതാവുമ്പം അതും നമുക്ക് എന്താവും? വേദനയാവും. പിന്നെ തർക്കത്തിന്റെ ബുദ്ധിമുട്ട് വേറെയും. പിന്നെ നമ്മൾ ഈ പൊട്ടന്മാരെ നമ്മൾ നന്നാക്കാൻ നിൽക്കരുത്. നമുക്ക് നമ്മളെ ഇഅ്തിഖാദ്, നമ്മളെ നിലപാട് ശരിയാണ് എന്ന് അള്ളാഹുവിന്റെ അടുക്കലാണ് എന്താവേണ്ടത്? തെളിയേണ്ടത്. നമ്മളെ നിലപാടിന് തെളിവെന്ത്? ഇതൊക്കെ ഇത്ര തന്നെ. നമ്മളെ ഭാഗം ശരിയായ വിശ്വാസം ക്ലിയറാണ്, നിലപാട് ക്ലിയറാണ് എന്നുള്ളത് തെളിയിക്കാൻ ഈ ഭ്രാന്തന്മാരെ ഉസൂലിന്റെ ആവശ്യമൊന്നുമില്ല. അഹ്ലുസുന്നത്തിന്റെ ഉസൂല് മതി, അതിൽ മതി. അത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പൊക്കോ. ആർക്ക് വേണം? ഈ നിലപാടിൽ വേണം നമ്മൾ സുന്നികൾ എന്താ വേണ്ടത്? ഇതിൽ നിന്ന് മാറിയോ, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങിയോ, അങ്ങനെ അള്ളാഹുവിന്റെ വജീനെ കാണാതെ ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ ഇവരെ പോലെ നമ്മളും എന്താവും? ആവും. അവസാനം ഒരു തെളിവും പറ്റാതാവും. പിന്നെ തെളിവെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ആ തെളിവല്ല, കുറച്ചുകൂടെ. എന്ത് കുറച്ചുകൂടാ? ആർക്ക് കുറച്ചുകൂടാ? മനസ്സിലായ? കുറച്ച് ഖുർആനിൽ നിന്ന് തന്നെ ഉള്ള തെളിവ്, ഹദീസിൽ നിന്ന് തന്നെ ഉള്ള തെളിവ്. എന്തേ? ഹദീസിൽ തന്നെ ഇമാം ബുഖാരിയുടെ തെളിവ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി തങ്ങളെ ഹദീസേ തെളിവാകൂ? ഖുർആനെ തെളിവുള്ളൂ? ഇജ്മാ തെളിവല്ല? അങ്ങനെ എന്തെല്ലാം തെളിവായിട്ടുണ്ട്? മനസ്സിലായ? ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച്. അപ്പൊ ഞാൻ ഈ ഭ്രാന്തന്മാരെ ഇത് എന്തിനു പറയണമെന്നറിയോ? ഇത് പറയണമെന്ന് അജബാണ്. ലോകം അംഗീകരിക്കുന്ന വിഷയമാണ് അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖാണെന്ന്. ലോകം അതിനെ ചോദ്യം ചെയ്യണ ഒരു മണ്ടൻ. ആ മണ്ടൻ ആരെന്ന് പറഞ്ഞ ഇബ്നു ഉസൈമീൻ. ആ ശൈത്താൻ പറയാണ്, അൽ മഷ്ഹൂറു ഇൻദ കസീരിൻ മിനൽ ഉലമാഇ ഇത്ലാഖു അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ദലുൽ ഖൽഖ് കമാ ഖാല അൻ-നാദിം ലാകിൻ അൽ-അഹ്വത്ത് വൽ അസ്ലം അൻ നഖൂല മുഹമ്മദൻ സയ്യിദു വലദി ആദം. എങ്ങനെ ഉണ്ട്? എന്ത് പറഞ്ഞത്? ഈ ഇബ്ലീസ് പറയാണ്, ഉലമാക്കളിൽ അധിക പക്ഷത്തിന്റെ അടുക്കലും പ്രസിദ്ധമായ അഭിപ്രായം അൽ ഹബീബുൽ അഅ്സം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ.
പക്ഷേ ഏറ്റവും സൂക്ഷ്മതയും ഏറ്റവും നല്ലതുമായ നിലപാട് മനുഷ്യവിഭാഗത്തിൽ ഏറ്റവും, മനുഷ്യരെല്ലാം നേതാവ് മനുഷ്യരുടെ നേതാവ് അമ്പിയാക്കളിൽ അഫ്ദല് എന്ന് പറയലാണ്. എന്തിന്? ഇവൻ തന്നെ സമ്മതിച്ച്, പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും മണ്ട, നിന്റെ സംസാരം ഇവിടെ ആർക്ക് വേണം, പോയി ചാവ് നീ പൊട്ടൻ. ഇതിനെ ഇപ്പം പിടിച്ചുകൊണ്ട് കുറയണ എന്താ വേണം? വേണ്ട. അപ്പൊ ഉലമാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇതാണെന്നിരിക്കെ അതിന് വേറിട്ട അഭിപ്രായം പൊട്ടൻ. ഇത് കേട്ടിട്ട് കുറയണ ഇനി ഇവിടെ ഇറങ്ങും. നമുക്ക് ഉലമാക്കളെ ബഹുഭൂരിപക്ഷവും മതി എന്ന് പറഞ്ഞാൽ തന്നെ മതി. എന്നാലും ഈ പൊട്ടന്മാരെ പൊട്ടത്തരം തിരിയണ്ടേ? അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും ഉത്കൃഷ്ടർ, അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും പരിശുദ്ധർ, അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും പവിത്രതയുള്ളവർ. അതിന് കുറച്ച് അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന ഏറ്റവും മഹത്തായ കുറച്ച് തെളിവുകൾ പറയുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബാണ് ഏറ്റവും ഉത്കൃഷ്ടർ എന്നുള്ളത് തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിൽ കാണാം, തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമ അല്ലാഹ് വറഫഅ ബഅദഹും ദറജാത്ത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട അമ്പിയാക്കളെ കുറിച്ച് പറയാണ്, അമ്പിയാക്കളിൽ ചിലരെക്കാൾ നാം എന്താക്കിയിട്ടുണ്ട്? ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അവരിൽ ചിലർ അള്ളാഹുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാരാണ്? ആര്? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് അള്ളാഹു പറയാണ് വറഫഅ ബഅദഹും, അവരിൽ ചിലരെ അള്ളാഹു ഉയർത്തി, ദറജാത്ത്, ഒരുപാട് ദറജകൾ. ആരത്? അതിന്റെ തഫ്സീറിൽ കാണാം. അതാരാണ്? നമ്മുടെ ഹബീബുൽ ആദം. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട്. ഇനി അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നിരവധി ഹദീസുകളിൽ സ്വയം ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന സയ്യിദു വലദി ആദം വലാ ഫഖർ. ആദം സന്തതികളുടെ നേതാവ് ഞാനാകുന്നു. ഇത് മോശമായ അഭിമാനം പറയലല്ല. ചില മഹാന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് ഇതുപോലൊരു ഫഖർ ഇനി പറയാനില്ല എന്നാണ്. ഇതുപോലൊരു ഫഖർ വേറെ ഇല്ല. കഴിഞ്ഞ വേറൊരു ഹദീസിൽ കാണാം, അന അക്റമുഹും അലാ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യർ ആരാണ്? ഞാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് പറയുമ്പോ പറയാം, അത് മനുഷ്യരിൽ അങ്ങനെയല്ലേ എന്നൊക്കെ പറയും. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം സ്വഹീഹാക്കിയ ഹദീസ്, അന സയ്യിദുൽ ആലമീൻ. എന്താണ്? ലോകത്തിന്റെ ഒക്കെ നേതാവാരാണ്? ഞാനാണ്. ഒരേ അന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്നും പിൻഗാമികളിൽ നിന്നും ഏറ്റവും ബഹുമാനം ആരാണ്? ഞാനാണ്. ഇതൊക്കെ സ്വീകാര്യയോഗ്യമായ വിവിധ പരമ്പരകളിലൂടെ വന്ന ഹദീസാണ്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആയിരുന്നല്ലേ, റബ്ബേ എനിക്ക് പുറത്തു താ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആയിരുന്നല്ലോ. അപ്പൊ റബ്ബ് തആല ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്. ആര് ഹക്ക് കൊണ്ടാണ് ചോദിച്ചത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചോദിച്ച്. അള്ളാഹു താലയ്ക്ക് അറിയാം. എന്നാൽ ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പിൽക്കാലക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ആദം നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കി ചോദിച്ച്. മറുപടി വന്ന്, യാ റബ്ബി, എന്നെ നീ സൃഷ്ടിച്ച സമയത്ത് ഞാൻ എന്തായി? നിന്റെ തല ഉയർത്തി നോക്കിയ സമയത്ത് എല്ലായിടത്തും നിന്റെ പേരിനോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ഏറ്റവും ഇഷ്ടം ഒരു സൃഷ്ടിയല്ലാതെ നീ എന്താവൂല, ചേർത്ത് പറയൂല. അപ്പോ അല്ലാഹു തആല പറഞ്ഞു, സദഖത യാ ആദം ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലൈ. എനിക്ക് എൻ്റെ സൃഷ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തു. മുഹമ്മദ് എന്നവരില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ സൃഷ്ടിക്കുകയില്ലായിരുന്നു. ഇത് ഇമാം ഹാക്കിം എന്നവര് സ്വഹീഹാക്കിയ ഹദീസാണ്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹായ ഹദീസിൽ വന്നത് വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തു ആദം വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുൽ ജന്നത വന്നാർ. സ്വർഗമോ നരകമോ ആദം നബി അലൈഹി സ്വലാമിനെ ഒന്നും ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പടയ്ക്കൂലായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ പഠിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ സ്വർഗ നരകത്തിനെയൊക്കെ പഠിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും ഹദീസുകൾ ലൗലാഹു മാ ഖലഖ്തുസ് സമാഅ വലൽ അർദ്, ഭൂമിയോ ആകാശങ്ങളെ ഒന്നും പടയ്ക്കൂല, വല തൂലു വലൽ അർദ്, നീളമോ വീതിയുള്ള ഒരു വസ്തുക്കളെയും, വല വദ്ഉ സവാബിൻ വല ഇഖാബ്, ഒരു പ്രതിഫലത്തെയോ ഒരു ശിക്ഷയെ ഒന്നും നിശ്ചയിക്കുകയില്ലായിരുന്നു. വല ഖലഖ്തു ജന്നതൻ വല നാറൻ വല ശംസൻ വല ഖമറ, സൂര്യനോ ചന്ദ്രനെയോ ഒന്നും സൃഷ്ടിക്കൂലായിരുന്നു. എന്നിട്ട് മറ്റൊരു ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി തങ്ങളെ അടുത്ത് വന്ന് അബ്ശിർ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക ഖൈറു ഖൽഖി വസുഫവതിഹി മിനൽ ബശർ ഹബാകല്ലാഹു ബിമാ ലം യുഹിബ്ബു ബിഹി അഹദൻ മിൻ ഖൽഖിഹി ലാ മലകൻ മുഖർറബൻ വലാ നബിയ്യൻ മുർസലാൻ. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അവിടെ സന്തോഷിച്ചാലും തിരുദൂതരെ, അവിടെ നാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ, മനുഷ്യരിൽ ഏറ്റവും പരിശുദ്ധരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആരാണ്? നബിയെ അവിടുന്ന് തന്നെയാണ്. അള്ളാഹു തആല മറ്റൊരാളെയും സ്നേഹിക്കാത്ത രൂപത്തിലാണ് തങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മുഖർറബായ ഒരു മലക്കും ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല, ഒരു മുർസലായ നബിയും ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇനി ഇതൊക്കെ ഇരിക്കട്ടെ, ഒരു ബഹുമാനപ്പെട്ട സ്വഹാബി വര്യനുണ്ട്. അവര് വേദം നല്ലതുപോലെ പഠിച്ചവരാണ്. അവർ പിൽക്കാലത്ത് ഹക്ക് മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെ പേരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സലാം, സയ്യിദുന അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു തആല അൻഹു. മഹാനവർകള് ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ മഹാനവർകൾ പറഞ്ഞ് ആര് സ്വഹാബി വര്യൻ എന്താ പറഞ്ഞത്? വഇന്ന അക്രമ ഖലീഖത്തില്ലാഹ് അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യർ അബുൽ ഖാസിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ആരോ ഒരാൾ ചോദിച്ച് ഫഅൈനൽ മലായിക, അപ്പൊ മലക്കുകളോ? അപ്പൊ ഫദഹിക, മഹാനവർകൾ ചിരിച്ച്, മലക്കുകളോ? എന്നിട്ട് മഹാനവർകൾ ചോദിച്ച ആളോട് ചോദിച്ചു, യാ യബ്ന അഖിയോ, സഹോദരപുത്ര, ഹൽ തദ്രി മൽ മലായിക, നിനക്ക് മലക്കുകളെ കുറിച്ച് അറിയോ? ഇന്നമൽ മലായിക ഖൽഖുൻ കഖൽഖിസ് സമാവാതി വൽ അർദി വൽ റിയാഹി വസ്സഹാബി വൽ ജിബാലി വസാഇരിൽ ഖൽഖില്ലതി ലാ തഅസില്ലാഹ ഷൈഅ. അല്ലാഹുവിനെ എതിരൊന്നും ചെയ്യാത്ത മലകളെയും അതേപോലെ തന്നെ മേഘങ്ങളെയും കാറ്റിനെയും ഭൂമിയെയും ആകാശങ്ങളെയും പോലെയുള്ള ഒരു സൃഷ്ടിയാണ് ആര്? മലക്കുകളും. മലക്കുകളെ പോലെ തന്നെ അള്ളാഹുവിനെതിരെ ചെയ്യാത്ത സൃഷ്ടികളുണ്ട്. അതുപോലത്തെ ഒരു മഹൽ സൃഷ്ടിയാണ് ആര്? മലക്കുകൾ. അതിനെ ആരുമായിട്ട് തുലനം ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബ് ഇന്ന അക്രമൽ ഖൽഖി അലല്ലാഹി തആല അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യർ ആര് തന്നെയാണ്? ഇതാരാ പറയുന്നത്? ഇതാര്? സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു തആല അൻഹു. പോരെ, ഇനി വേറെ എന്തെങ്കിലും തെളിവ് വേണോ? അപ്പൊ തങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്നുള്ളത് സഹാബത്ത് മുതൽ ഇന്നോളം ഈ മണ്ടന്മാര് വരെ പറഞ്ഞു. ഏത് മണ്ടന്മാര്? പിന്നെ ഇവൻ നാണം മാനവും വേണ്ട ഹബീബ്. ഇത്രയും ഉലമാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുസ്ലിമായ ഏറ്റവും അഹ്വത്തായത് ഇങ്ങനെയാണെന്ന് പറയാന്ന് പറഞ്ഞാൽ അവൻ സ്വയം പിന്നെ നഗ്നനാവയല്ലേ ചെയ്തത്. ഈ മണ്ടൻ ഇവനാണ് ചില ഹുദവികളൊക്കെ എടുത്ത് തെളിവാക്കല്. ഈ പ്രാന്തന നെറ്റിന് ഭയങ്കര സംഭവം പോലെ കാണിക്കും. തനി പൊട്ടനാണ് ഇവനാ ഒരിക്കലും തെളിവ് പിടിക്കല്. ഈ പൊട്ടൻ ഇവനും വേറൊരു സാധനമുണ്ട്, ഇബ്നു ബാസ് ഇബ്നു ഉസൈമീൻ, ഒരു സാലിഹ് ഹുസൈൻ, ഇങ്ങനെ കുറെ 3 പ്രാന്തന്മാരുണ്ട്. കേൾക്കുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും വല്ല പീതാംബരനോ തങ്കപ്പനെയോ അത്രയും കൊടുക്കണ്ട, അത്രയ്ക്കേ ഉള്ളൂ.
കാര്യം മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് നമ്മൾ ഉത്കൃഷ്ടത നമ്മൾ പറഞ്ഞ്, പരിശുദ്ധതയോ എന്താ പരിശുദ്ധത? തങ്ങളെ ഹൽക്കിലും ഹുൽക്കിലും ഒരു കറ കാണൂല. അതിന് വേറെ ഒന്നും വേണ്ട. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം പോരെ. മാത്രമല്ല ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദ് സീറത്തുൻ നബവിയയിലൊക്കെ പറഞ്ഞ ഹദീസാണ്. എന്താ ആ ഹദീസ്? അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ഖൈറുൽ അറബി മുദർ, അറബികളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? മുദറാണ്. ഖൈറു മുദർ അബ്ദു മനാഫ്. മുദരികളിൽ ഏറ്റവും ഉത്തമർ അബ്ദു മനാഫ്, ആ കുടുംബമാണ്. വഖൈറു അബ്ദി മനാഫ് ബനു ഹാഷിം. ആരാണ്? ബനു ഹാഷിം കുടുംബമാണ്. അബ്ദു മനാഫ് എന്നവരെ മക്കളിൽ ഏറ്റവും ഉത്തമർ. വഖൈറു ബനി ഹാഷിം ബനു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ എന്നവരെ സന്താനങ്ങളാണ് ബനു ഹാഷിമിൽ ഏറ്റവും ഉത്തമർ. വല്ലാഹി, അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, വല്ലാഹി അള്ളാഹു ആണ് സത്യം, മഫ്തറഖ ഫിർഖതാനി മുൻദു ഖലഖല്ലാഹു ആദം, ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മുതൽ ഏതെങ്കിലും ഒരു കുടുംബത്തെ രണ്ടായിട്ട് പിരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കുടുംബത്തെയും രണ്ടായിട്ട് അള്ളാഹു പിരിക്കുകയില്ല. ഈ പിരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉത്തമം ഏതാണോ അതിൽ ഞാനായിട്ടല്ലാതെ, ഇല്ല കുന്തു ഫീ ഖൈരിഹിമാ, അതിൽ ഏറ്റവും ഉത്തമമായ സാധനത്തിൽ, ഏറ്റവും ഉത്തമമായ വിഭാഗത്തിൽ ഞാൻ പെട്ടിട്ടല്ലാതെ എന്തായിട്ടില്ല. അള്ളാഹു താല എന്താക്കിയിട്ട് ഒരു രണ്ടിനെയും തിരിച്ചിട്ടില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഏറ്റവും പവിത്രത. നിരവധി ഹദീസിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാണ് അള്ളാഹു താല തിരഞ്ഞെടുത്തതെന്നുള്ള പ്രസിദ്ധമായ ഹദീസുകളാണ്. അപ്പോൾ ഉത്കൃഷ്ടതയിലും പവിത്രതയിലും ആരാണ്? അതേപോലെ തന്നെ പരിശുദ്ധതയിലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഏറ്റവും ഉത്തമർ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന മഹത്തായ വാക്കാണ് അത്. എന്തിനധികം നമ്മൾ നിരന്തരം ഓതുന്ന ഒരു ആയത്തുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്ത്. ഈ അൻഫുസികും എന്ന ആയത്തിന് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹറ അലൈഹിസ്സലാം റളിയല്ലാഹു തആല അൻഹ എന്നും ഒരു ഖിറാഅത്ത് വാരിദായിട്ടുണ്ട്. ഷാദായ ഖിറാഅത്താണ്. ഷാദായ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ അപൂർവ ഖിറാഅത്ത് എന്നർത്ഥം. നമ്മൾ സാധാരണ പരിശുദ്ധ ഖുർആൻ ഓതണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നമുക്കെത്തിയപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയതാണ് ഷാദായ ഖിറാഅത്തുകൾ. പക്ഷെ അത് സ്ഥിരപ്പെട്ടതാണ്. ആ ഖിറാഅത്തിൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ ഓതിയിരുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫസികും. അൻഫസ്, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നബി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അൻഫുസിക്കുമിൻ്റെ അർത്ഥം. അതായത് നിങ്ങളെക്കുറിച്ച് നല്ലവണ്ണം നിങ്ങളെക്കുറിച്ചൊക്കെ അറിയാന്നുള്ള, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നബി എന്നാണ് അൻഫുസിക്കും. അൻഫസിക്കുമോ, നിങ്ങളിൽ ഏറ്റവും വിലമതിക്കാൻ സാധിക്കാത്ത നഫീസായവരിൽ പെട്ടവരാണ് ആര്? അങ്ങനെ ഒരു നബിയാണ് നിങ്ങൾക്ക് എന്തായത് വന്നതെന്ന്. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു അർത്ഥം നബിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞത്, അന അൻഫസിക്കും നസബൻ വസിഹ്റൻ വഹസബ. എന്താ, ഞാൻ ഏറ്റവും നഫീസ് മൂല്യമുള്ള വ്യക്തിയാണ്, നസബിനാലും സിഹിറിനാലും ഹസബിനാലും. എന്നിട്ട് തങ്ങൾ പറയാണ്, എൻ്റെ ആദം നബി അലൈഹിസ്സലാം മുതൽ എൻ്റെ ഉപ്പമാരിൽ ഒരാളുമില്ല, സിഫാഹുള്ള ഒരാളുമില്ല, എല്ലാം നിക്കാഹാണ്. എന്നുവെച്ചാൽ ശരിയായ ബന്ധത്തിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട ബന്ധത്തിൽ ജനിച്ചവരാണ് എല്ലാവരും. തൃപ്തിപ്പെടാത്ത ഒരു ബന്ധത്തിലൂടെ ഒരാളും വന്നിട്ടില്ല. ഞാൻ ഏറ്റവും മൂല്യമുള്ളവരാണ്, ഏറ്റവും പവിത്രതയുള്ളവരാണ് എന്ന് കണ്ട. അപ്പൊ തങ്ങളെ ജന്മനാ അള്ളാഹു താല അങ്ങനെ തന്നെ. മാത്രമല്ല തങ്ങളെ സൃഷ്ടിപ്പോ ഫാഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടിയില്ലേ, വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി, വഅജ്മലു മിൻക, നബിയെ അവിടത്തേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനു വഅത്യബു മിൻക ലം തലിദിൻ നിസാഉ. ഒരു സ്ത്രീയും തങ്ങളെക്കാൾ ത്വയ്യിബായ പവിത്രതയുള്ള നല്ല ഒന്നിനെയും പ്രസവിച്ചിട്ടില്ല. തങ്ങളെക്കാൾ നല്ലതിനാ ഏറ്റവും ത്വയ്യിബ് ആരാണ്?
തങ്ങള് ഖുലിഖ്ത മുബർറഅൻ മിൻ കുല്ലി ഐബ്, എല്ലാ ഐബിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും തങ്ങളെ പരിശുദ്ധമാക്കിയിട്ടാണ് അല്ലാഹു തആല പഠിച്ചത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, ഏതുപോലെ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലാഹു പഠിച്ചതുപോലെയുണ്ട് എന്ന്. കണ്ട, ഇത് ഹസ്സാൻ ഇബ്നു സാബിത്ത് ആരെ മുന്നിൽ പാടിയതാണ്? ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ. ഈ മഹാനാണ് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് പറഞ്ഞത്. കണ്ട, അപ്പോ കണ്ടില്ലേ, പരിശുദ്ധത, പവിത്രത, അതേപോലെ തന്നെ ഉത്കൃഷ്ടത, ഇത് മൂന്നും സ്ഥിരപ്പെട്ട ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതെല്ലാം മേളിച്ച ഒരൊറ്റ വാക്കുകൊണ്ട് ബഹുമാനപ്പെട്ട ജൗഹറത്തുൽ കമാലിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് തിജാനി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് വൽ യാഖൂത. ആ വാക്ക് പ്രയോഗിച്ച ഒരു സദസ്സിൽ പറഞ്ഞാൽ തന്നെ അള്ളാഹു തആല എന്താവും? പുറത്തു കൊടുക്കുന്നതാണ്. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് അള്ളാഹു തആല ചൊല്ലാനുള്ള തൗഫീഖ് നൽകുന്നത്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.